ആഹാ. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കുക. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആൻഡ് ഗാർലിക്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഡൈസ് ചെയ്ത കുറച്ച് ക്യാരറ്റും ഒനിയനും, നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഡൈസ് ചെയ്ത ബോൺലെസ് ചിക്കൻ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രോക്കലിയാണ്. ഇതുപോലെ ബ്രോക്കലിയും ഇട്ട് കൊടുക്കുക. ഈ ബ്രോക്കലിയും ചിക്കനും ഒരു 3-4 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഞാനിന്ന് റോ ബ്രോക്കലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ റോ ആയിട്ട് ഇടുമ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല സുഖമാണ്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇനി നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത പച്ചമുളക്, ഗ്രീൻ ചില്ലി. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാം. തണുത്ത റൈസ് ആയിരിക്കും കേട്ടോ ഉചിതം. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തണുത്ത റൈസാണ് ബെറ്റർ. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട്, സീസണിങ് ഒക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം സോയ സോസിനൊക്കെ ഉപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ലേശം കുരുമുളക് പൊടി. ഇത് നോക്കിക്കേ, എന്നാ സിമ്പിളാണ്, എന്നാ അടിപൊളിയാണെന്നറിയോ. വളരെ കംഫർട്ട് ഫുഡാണ്. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ വെച്ച് ഗാർണിഷ് ചെയ്യാം. ആഹാ, ഞങ്ങൾ സാധാരണ ഇത് കഴിക്കുന്നത് റണ്ണി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് എഗ് മേളിൽ വെച്ചാണ്. നോക്കിയേ, അടിപൊളി. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എഗ്ഗ് ഇടാം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണതാണ് ഇഷ്ടം. ഇത് നോക്കിയേ, ആഹാ. അടിപൊളി, ഒന്നും പറയാനില്ല. ഇത് ഡിയോണാണ് ക്യാമറ എടുക്കുന്നത്. ക്യാമറാമാൻ കൊടുക്കട്ടെ കുറച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.